തൻ്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്നാ ചൊല്ല്. എങ്ങനെയാ ചൊല്ല്? തൻ്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണം. മക്കളൊക്കെ വലുതായിട്ടുണ്ട്, ബാപ്പ കാണൂല, അത് കുട്ടിയായിരിക്കും. വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മക്കളോട് ഡിസ്കസ് ചെയ്യണം. മോൻ ഡിഗ്രിക്ക് പഠിക്കാണ്, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന 21-കാരൻ, അവനോട് ചോദിക്കണം, ബാപ്പ എന്താ മോനെ നമ്മൾ ചെയ്യേണ്ടത്, നീ ഒന്ന് ഇരിക്കി, ബാപ്പക്കൊന്ന് കൂടി ആലോചിക്കാനുണ്ട്. ചേക്കന് കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ, ബാപ്പൻ്റെ ഒരു മനുഷ്യനായിട്ട് പരിഗണിച്ചു. ഇതെന്തെങ്കിലും ഒന്ന് മോൻ പറഞ്ഞാൽ ബാപ്പ പറയും, എൻ്റെ അഭിപ്രായം ഇവിടെ വേണ്ട, ഇടാ മോൻ ഒരു അഭിപ്രായമായിട്ട് വന്നിന്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആ ചെക്കൻ പിറുപിറുത്തോണ്ട് പോകും. എന്ത് പാപ്പ ഇത് കിട്ടണം. എങ്ങനെയാണ് ഈ ബാപ്പി മോന് നമുക്ക് ബന്ധമുണ്ടാവുക? മക്കൾ വലുതാണെന്ന് ബാപ്പ കാണണം. ബാപ്പ കണ്ടിട്ട് ആ ബാപ്പ മക്കളെ ഒന്ന് അംഗീകരിച്ച് നോക്ക്. മോളെ നിങ്ങളൊന്ന് അംഗീകരിച്ച് നോക്ക്. പല മോള് കണ്ട് വാ, എന്താ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നോക്കിയ കാര്യമുണ്ട് അല്ലേ. ചെറിയ കുട്ടി 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു. 5 പഠിക്കണ 6 പഠിക്കണ മോക്ക് മാർക്ക് കുറഞ്ഞു. ഉമ്മ വടിയിട്ട് പോയിട്ട് 4 പൊട്ടിച്ച് പഠിക്കൂല എന്ന് പറയല്ല. അതിൻ്റെ മൂത്ത മോൾ 9 പഠിക്കാണ്, മകൻ +2 പഠിക്കാണ്. +2 പഠിക്കുന്ന മകനെയും 9 പഠിക്കുന്ന മകളെയും വിളിച്ചിട്ട് അവിടെ ഇരുത്തുക. എന്നിട്ട് പറയാ, അനിയത്തിക്ക് മാർക്ക് കുറഞ്ഞിന്, നമ്മൾ എന്താ ചെയ്യാ? ആ കുട്ടികൾ പറയും, പടച്ചോ ഇതൊക്കെ നമ്മൾ, നീ ഇത്താത്തല്ലേ, നിക്കല്ലേ, ഉത്തരവാദിത്തല്ലേ എനിക്ക്, എന്താ ചെയ്യണ്ടേ? മോള് പറയും, ഉമ്മ ഏതിനാ കുറവോക്ക്, നിങ്ങൾ കാട്ടിയാണ് ഞാൻ നോക്കട്ടെ. അവളൊരു ഉമ്മയായി. നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങളെ മൂത്ത മോളാ ഉമ്മ. ആ വീട്ടില് മൂപ്പര് വേറെ കെട്ടിക്കൊണ്ടുവന്ന ഉമ്മ ആയിക്കൊള്ളുന്നില്ല. അതിന് നോക്കേണ്ടത് ആരാ? അതിന് മേലുള്ള ആളാ അല്ലേ? ആ പെൺകുട്ടി പറയും, ഉമ്മ പ്രോഗ്രസ് കാർഡ് ഇടിക്കാൻ നോക്കട്ടെ. അപ്പൊ നമ്മളെന്താ പറയാ? ഓ നീ ഇനി നോക്കായിട്ടേ എന്നല്ല കൊടുക്കുക. മോള് നോക്ക്, ഉമ്മ ഇതില് കണക്കാണ് ഇത്തിരി മോശം, ഒരു കാര്യം ചെയ്യാ, കണക്ക് ഞാൻ പഠിപ്പിക്കാം. ഉണ്ടാ ആ കുട്ടിയെ നമ്മൾ അംഗീകരിച്ചത് എങ്ങട്ടാ ഈ കുട്ടി പോവുക? നമ്മളെ വീട്ടിനകത്ത് കുറെ കുട്ടികൾ ഒരു അംഗീകാരം കിട്ടാതെ കുറേ എണ്ണം. പിന്നെ എവിടെ അവർക്ക് അംഗീകാരം കിട്ടുക?